നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാ വലുത്. അവരെ അവഗണിക്കുന്നിടത്തേക്ക് ഒരു ബന്ധവും പറഞ്ഞ ഞാനോ കമലയോ പോവില്ല. എല്ലാം കണ്ട് മിണ്ടാതിരിക്കാനും ക്ഷമിക്കാനും ഒരു പരിധിവരെയല്ലേ സാധിക്കൂ. എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. ചില സമയത്ത് പ്രതികരിച്ചു പോയെന്ന് വരും. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. പിടിക്കണോ? ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്തായി? അവൻ കടന്നു കളഞ്ഞു സർ. ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും തന്നെ അവനുണ്ടാവും. മുഴുവൻ സെർച്ച് ചെയ്യണം. യെസ് സർ. രാജമല്ലിക, ഇത് അർച്ചന. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന അനൂപിന്റെ സഹോദരിയാണ്. പിന്നെ കളക്ടർ മാഡത്തിന്റെ ഫ്രണ്ട്. രാജമല്ലിക, ഇവിടെ മുഴുവൻ അന്വേഷിക്കണം. അവനെ എവിടെ ഉണ്ടെങ്കിലും പിടിക്കണം. ചെല്ല്. ഹലോ മേഡം, ആകെ കുഴപ്പമായി. പുറത്തു വെച്ച് ആ ACP കാർത്തിക് എന്നെ കണ്ടു. അയാളുടെ കൂടെ അർച്ചന ഉണ്ടായിരുന്നു. അർച്ചനയ്ക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട് മാഡം. അതാ പോലീസിനോട് അവൾ എല്ലാം പറഞ്ഞത്. നീ എന്തിനാ അവരെ ഫോളോ ചെയ്യാൻ പോയത്? മറ്റാരെങ്കിലും വിട്ടാ പോരായിരുന്നോ? എന്നെ തിരിച്ചറിഞ്ഞതോടെ ഒരു കാര്യം ഉറപ്പാ. അർച്ചനയ്ക്ക് അനൂപിന്റെ അപകടത്തിന്റെ CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അതവള് പോലീസിനെ കാണിച്ചിട്ടുണ്ടാവും. നീ ഇപ്പം ഫോൺ വെച്ചിട്ട് ആരുടെയും കണ്ണിപ്പെടാതെ അവിടുന്ന് മാറാൻ നോക്ക്. ഞാൻ നിന്നെ വിളിക്കാം, എന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ശരി മാഡം. ഏഴാം തീയതി എന്നുള്ളത് 6-നോ 8-നോ നടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടർ? മറ്റൊരു ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമുള്ളതുകൊണ്ടായിരുന്നു. 7-ന് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന്റെ ആരോഗ്യം കൂടെ കണക്കിലെടുത്താ
സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഡേറ്റിലൊക്കെ മറ്റ് സർജറികളുണ്ട്. 7-ന് ശേഷം ഞാൻ ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ അസൗകര്യങ്ങൾ സർജറി ഒരിക്കലും ബാധിക്കില്ല. ആരെങ്കിലും ഒരാൾ പുറത്തു നിന്നാൽ മതി. എല്ലാവരും വേണമെന്നില്ല. ഞാൻ പുറത്തുണ്ടാവും ഡോക്ടർ. മറ്റാരില്ലെങ്കിലും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. ഒരു കാരണം കൊണ്ടും സർജറി മാറ്റിവെക്കേണ്ട കാര്യമില്ല. അന്ന് തന്നെ നടക്കട്ടെ. അന്ന് തന്നെ നടത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ആ കം. ഏട്ടത്തിയോടും എല്ലാവരോടും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ വിവാഹത്തിന് വരുന്നില്ലെന്ന്. എന്നെ അതിനെ നിർബന്ധിക്കേണ്ടെന്നു. ഇനിയും ഞാൻ എങ്ങനെ പറഞ്ഞാലാ നിങ്ങൾക്കൊക്കെ ബോധ്യമാവുന്നത്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോന്ന് ഡോക്ടറോട് ചോദിച്ചൊന്നല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും പോണമെന്നുണ്ടെങ്കിൽ പോവാം. മീനടുത്തേക്കും പോവാം. അനൂപേട്ടന്റെയും ഇവളുടെ അടുത്തും ഞാൻ നിന്നോളാം. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവനെ വിഷമിപ്പിക്കണ്ട മോളെ. വിഷമിപ്പിക്കുന്നല്ല അച്ഛാ. നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും വിഷമമുണ്ട് സന്ദീപ് അങ്ങോട്ട് വരാത്തതിൽ. പിന്നെ സച്ചേണ്ണ താല്പര്യമില്ലെന്നാ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. വിവാഹം മാറ്റിവെക്കാത്തതിന്റെ കാരണം ജോത്സ്യം പറഞ്ഞതാണെന്നും ധനുഷിന്റെ വീട്ടുകാർക്ക് ഇനി നാണക്കേടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാശിയാ കൂടുതലും. പറഞ്ഞ സമയത്ത് ഈ വിവാഹം നടക്കണമെന്നുള്ള എല്ലാവരുടെയും വാശി. സേതു എന്നെ വിളിച്ച് വിവാഹം മാറ്റിവെക്കണമെന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതും ഇതേ കാരണം കൊണ്ട് തന്നെയാ. കാര്യമായിട്ട് ചോദിച്ചാണെങ്കിലും ചടങ്ങായിട്ട് ചോദിച്ചാണെങ്കിലും നമ്മൾ കാരണം അവര് ബുദ്ധിമുട്ടാന്ന് കരുതി. നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കേണ്ട ഒരു വിവാഹമായത്. ആ സന്ദീപിന്റെയും മാതിരിയുടെയും കുഞ്ഞു വരെയും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതോർത്തിട്ട് എന്താ കാര്യം? അച്ഛനും അമ്മയ്ക്കും പോണെങ്കിൽ ആവാം. ആരെങ്കിലും പോയില്ലെങ്കിൽ അവരെന്താ കരുതാ? മനഃപൂർവ്വമായി ചെന്നില്ലെന്നേ അവര് കരുതൂ. പക്ഷേ അവരെന്ത് കരുതിയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മക്കളുടെയും മരുമക്കളുടെയും അഭിപ്രായത്തെ മാനിക്കാതെ അവരുടെ വാശി നടത്തുന്ന ഈ വിവാഹത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാ വലുത്. അവരെ അവഗണിക്കുന്നിടത്തേക്ക് ഒരു ബന്ധവും പറഞ്ഞ ഞാനോ കമലയോ പോവില്ല. എല്ലാം കണ്ട് മിണ്ടാതിരിക്കാനും ക്ഷമിക്കാനും ഒരു പരിധിവരെയല്ലേ സാധിക്കൂ. എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. ചില സമയത്ത് പ്രതികരിച്ചു പോയെന്ന് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.